കണ്ണൻ മഹാലക്ഷ്മി കുഞ്ഞിനെയും കൊണ്ട് ഈ വീട്ടിലേക്ക് നടന്നു വരുന്നത് ഞാൻ മനസ്സിൽ സങ്കല്പിക്കുകയായിരുന്നു. എന്തിനാ മനസ്സിൽ സങ്കല്പിക്കുന്നത്? നാളെ അങ്ങനെ ഒരു കാഴ്ച നിനക്ക് കാണാൻ പറ്റുമല്ലോ. ഇപ്പൊ അയാള് നടക്കാത്ത കണ്ണനല്ല, നടക്കുന്ന കണ്ണനാ. അങ്ങനെ ഒരു കണ്ണനോടൊപ്പം മഹാലക്ഷ്മിക്ക് ജീവിക്കാമെങ്കിൽ അത് മരിച്ചായിരിക്കണം ജീവിക്കേണ്ടത്. ഉണ്ണിയേട്ടൻ നോക്കിക്കോ, നാളെ ആ അനന്തുവിന്റെ വീട്ടിൽ ഒരു കൂട്ടക്കരച്ചിലുണ്ടാവും. അത് നേരിട്ട് കാണാൻ ഞാനും അവിടെ എത്തും. നിന്റെ അച്ഛന്റെ തലയിൽ ഉദിച്ച ഓരോ ബുദ്ധിയല്ലേ. അതുകൊണ്ട് സ്വപ്നം കാണാനൊക്കെ അവസാനിപ്പിച്ചിട്ട് മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ നോക്കുന്നതാ നല്ലത്. ഉണ്ണിയേട്ടനെ കൊണ്ടൊന്നിനും പറ്റില്ലല്ലോ. എന്റെ അച്ഛൻ ഇനി ജയിലിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാ മാർഗവും നോക്കുക, എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. അയാളെ സന്തോഷിപ്പിക്കാൻ നോക്കും, എന്നിട്ട് അവസാനം നീ കരയുന്നത് ഞാൻ കാണേണ്ടി വരും. എന്തിനാ ഇങ്ങനൊക്കെ പറയുന്നത്? ലക്ഷ്മിയുടെ കുഞ്ഞിന് എന്തെങ്കിലും ആപത്തുണ്ടായാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ ഉണ്ണിയേട്ടാ? നഷ്ടം ഉണ്ടോന്ന് ചോദിച്ചാ ഇപ്പൊ അതല്ലേ ഉള്ളൂ. അമ്മാവനും മേക്കേണ്ണും കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം നിലച്ച പോലെ എനിക്ക് നിലച്ചു കഴിഞ്ഞാലേ അവിടെ തീരും നമ്മുടെ ജീവിതം. അതെന്താ ഉണ്ണിയേട്ടൻ അങ്ങനെ പറഞ്ഞ? ഉണ്ണിയേട്ടന് നല്ല ബാങ്ക് ബാലൻസ് അല്ലേ? എന്തോന്ന് ബാങ്ക് ബാലൻസ്? അതില് കൈവച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരില്ലേ? ഇപ്പൊ ബാങ്കിൽ കിടക്കുന്ന ഫിക്സഡിന്റെ പലിശ എടുത്താലും നമുക്ക് ജീവിക്കാമല്ലോ. നിനക്കോ? നീ അങ്ങനെ പലിശ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു പെണ്ണാണോ? അങ്ങനെയാണോ നിന്റെ അച്ഛൻ നിന്നെ വളർത്തിയത്? നീ മൊബൈൽ എടുത്ത് ഞെക്കുമ്പോ നിനക്ക് വേണ്ടതൊക്കെ മുന്നിലെത്തണം, പക്ഷേ അതിനൊക്കെ പൈസ കൊടുക്കണമെന്ന് മാത്രം. ലക്ഷ്മിക്ക് വേണ്ടിയിട്ട് കണ്ണേട്ടൻ എന്തുമാത്രം പൈസയാ ചെലവാക്കുന്നത്? നിന്റെ ചേച്ചി ഒരു മുതലാളിയുടെ ഭാര്യ, വലിയ ബിസിനസ്സുകാരന്റെ ഭാര്യ. എന്നാ ഞാനോ അയാളുടെ കൃപയിൽ കഴിയുന്ന ഒരുത്തനാ. അതുകൊണ്ട് പണക്കാരനായ അയാളെ പാപ്പരായ എന്നെയും തമ്മിൽ കമ്പയർ ചെയ്യരുത്. എന്തിനാ ഇങ്ങനെ ഒരു ജീവിതമെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇനിയിപ്പോ ഒരു കുഞ്ഞും കൂടി ജനിക്കും, അത് കഴിഞ്ഞ ചെലവ് കൂടും. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, നിന്റെ അച്ഛന് കുറെ ലോറികളുണ്ടല്ലോ, അതെല്ലാം കൂടെ വിറ്റിട്ട് എന്റെ പേരിൽ ഫിക്സഡ് ഇടാൻ പറ. എന്താ? അതിന്റെ പലിശ എടുത്ത് നിന്നെയും കുഞ്ഞിനെയും ഞാൻ നോക്കിക്കോളാം. അതിന്റെ പലിശ ഉണ്ടെങ്കിലേ എനിക്ക് എന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ അറിയാം. എന്നാ ആയിക്കോ. എന്റെ കൂടെ ജീവിക്കാനാണെങ്കിൽ ചില പരിമിതികളൊക്കെ ഉണ്ടാവും. ആ നേരത്ത് ഏട്ടനെയും ഏട്ടന്റെ ഭാര്യയും അവരുടെ കുഞ്ഞിനെയും നമ്മളെയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പാടില്ലെന്നാ ഞാൻ പറഞ്ഞത്. അത് എനിക്കിഷ്ടമല്ല. ഇവന്റെ അടുത്ത കാലം ഒടിയേണ്ടതായിരുന്നു. എന്തിനാ ഇങ്ങനെ ഒരുത്തനെ ഭർത്താവായി കിട്ടിയത്? അമ്മേ, ദേ പാല് കലക്കാനുള്ള സാധനം ഭദ്രമായിട്ട് ഞാൻ അമ്മയുടെ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. രാവിലെ പോകുമ്പോൾ അതും കൂടെ എടുത്തോണ്ട് പോണം. എടാ, കുഞ്ഞുങ്ങളെ ദൈവങ്ങളെ പോലെയാണ് ഞാൻ നോക്കുന്നത്. ഇതുവരെ അതങ്ങൾക്ക് വേണ്ടാത്തതൊന്നും കൊടുത്തിട്ടില്ല. കുഞ്ഞുങ്ങളെ കരയിപ്പിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ കരയിപ്പിക്കാതിരുന്നിട്ട് എന്താ പ്രയോജനം? മറ്റുള്ള കുഞ്ഞുങ്ങളെ കരയിപ്പിക്കാതിരിക്കാൻ അമ്മയ്ക്ക് വലിയ മിടുക്കാം. സ്വന്തം മക്കള് കരഞ്ഞാലോ ഒരു കുഴപ്പമില്ല. അമ്മേ, ഞാൻ പറഞ്ഞല്ലോ, അമ്മ ഈ പാല് കൊടുത്തിട്ട് തിരികെ വീട്ടിലെത്തി കഴിഞ്ഞാലേ ആ കൊച്ചിന് എന്തെങ്കിലും പറ്റൂ. ദേ, ചിലപ്പോ അന്നത്തെ ദിവസം ഒന്നും പറ്റിയില്ലെന്നും ഇരിക്കും. അപ്പൊ പിന്നെ ആരും അമ്മയെ സംശയിക്കത്തില്ല. ആരും സംശയിക്കത്തില്ല. പക്ഷെ മോളിലൊരാൾ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക. എത്ര നാളായി മുകളിലിരിക്കുന്ന ആള് നമ്മുടെ കഷ്ടപ്പാടൊക്കെ കണ്ടോണ്ടിരിക്കുന്നു. എന്നിട്ട് അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ മുകളിലിരിക്കുന്ന ആളിന് കഴിഞ്ഞോ? നീ
ദൈവദോഷം പറയരുത് ദേവരാജ. അമ്മ ചെയ്യുന്നെങ്കിൽ ചെയ്, അല്ലെങ്കിൽ പിന്നെ ദേവരാജേട്ടൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും എന്തെങ്കിലും കഴിച്ചങ്ങ് മരിക്കാം. ഈ വയസ്സാക്കാലത്ത് ഈ ചതി എന്നെ കൊണ്ട് ചെയ്യിക്കണോ നിങ്ങളെ? അമ്മേ, ഞാൻ വേറൊരു കാര്യം അമ്മയോട് പറഞ്ഞില്ല. ഈ ജോലി എന്നെ ഏൽപ്പിച്ച ആളിന്റെ കയ്യിൽ നിന്ന് ഞാനിപ്പോ 1 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ട്.